നമുക്കറിയാം എല്ലാ സീസൺ പോലെ ഈ ഒരു സീസണും രണ്ടും കൽപ്പിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. കഴിഞ്ഞ 2-3 സീസണിൽ നിന്നൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് സൂപ്പർ കപ്പിനെയും ഡ്യൂറൻ കപ്പിനെയും ഒന്നും അത്ര എന്താ പറയുക ഒരു ലൈറ്റർ കപ്പായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല, എങ്ങനെയെങ്കിലും ഒരു കപ്പ് നേടുക എന്നൊരു മെൻറ്റാലിറ്റിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂറൻ കപ്പിനിറങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ സ്ക്വാഡിന് പ്രീ സീസൺ ട്രെയിനിങ് കിട്ടണമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫോറിൻ താരത്തെ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് ഒരു സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക്. സോ ആ ഒരു താരത്തെ എങ്ങനെയെങ്കിലും തായ്ലൻഡിലേക്ക് എത്തിക്കാൻ, അതായത് പ്രീ സീസൺ കഴിയുന്ന മുമ്പ് തന്നെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട്. അത് നമ്മളെല്ലാം അറിഞ്ഞ കാര്യമാണ്, ഞാൻ ഇന്നലെ കവർ ചെയ്തൊരു കാര്യം കൂടിയാണ്. എന്തായാലും അദ്ദേഹം മാത്രമല്ല, അത് ഇനി വരാനുള്ള താരം മാത്രമല്ല, നമ്മുടെ അഡ്രിയാനുള്ള മിസ്സിംഗ് ആണ്. കൊറോസിംഗ് എന്ന് പറയുന്ന താരമില്ല, രാകേഷ് ലിംഗമ്പം എന്ന് പറയുന്ന ഒരു താരവും വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 2-3 പേര് കൂടി എത്താനുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊറോസിംഗ് ഇന്ത്യൻ ക്യാമ്പിലാണുള്ളത്. എന്തായാലും അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ് ഒന്നും കിട്ടിയില്ല. അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്യും അതുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. ബട്ട് അഡ്രിയാനാണ് എപ്പോൾ ജോയിൻ ചെയ്യും ഇപ്പോൾ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അടുത്ത ആഴ്ച നെക്സ്റ്റ് വീക്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ജോയിൻ ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും കുറച്ച് ദിവസം മുമ്പ് വന്നത് 2 ദിവസത്തിനുള്ളിൽ ജോയിൻ ചെയ്യുമെന്നായിരുന്നു. ബട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ ജോയിൻ ചെയ്യുമെന്നാണ്. എന്തായാലും എനിക്കൊരു സംശയമുണ്ട് ഇനി അദ്ദേഹം ഡ്യൂറൻ കപ്പിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ. കാരണം അവിടുത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റി വെച്ചിരിക്കുകയാണോ എന്നൊരു കാര്യം എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇതിൽ കണ്ടു തന്നെ അറിയാം.